ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബാക്കി വന്ന അപ്പം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. തലേ ദിവസത്തെ അപ്പം ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് 4 അപ്പമാണ്. അപ്പമൊക്കെ ഇതുപോലെ നീളത്തിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മളൊരു നൂഡിൽസൊക്കെ തയ്യാറാക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കടുകും നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള 2 പച്ചമുളകാണ്. ക്യാരറ്റും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കെടുക്കാം. ക്യാരറ്റിന് പകരമായിട്ട് നമുക്ക് ക്യാപ്സിക്കം, ക്യാബേജൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതാപ്പോൾ ക്യാരറ്റും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിനു ശേഷം നമുക്കിതിലേക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മുട്ട വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഈ സമയം മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി മുട്ട വേണ്ടാന്നുള്ളവർക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി നേരം നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നേരം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ന്യൂഡിൽസിൻ്റെ ടേസ്റ്റിലുള്ള ടേസ്റ്റി അപ്പം ന്യൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ലെഫ്റ്റ് ഓവർ അപ്പം കൊണ്ടുള്ള റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.